ഭൂട്ടാനിലൂടെയുള്ള യാത്രയുടെ 2ാം ദിവസം. തിംഫു നഗരത്തിൽ നിന്നും പുനാഖയിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ ഞങ്ങൾ. മല കയറി വേണം പുനാഖയിലേക്ക് പോകാൻ. ഇവിടെ ദോച്ചില പാസ് എന്ന വലിയൊരു ചുരം പാതയുണ്ട്. അതിലൂടെ ഏറ്റവും ഉയരത്തിലേക്കെത്തുമ്പോൾ ഇവിടെ കുറെ ചോർട്ടനുകൾ അഥവാ സ്മാരകങ്ങൾ കാണാം. ഇത് ഇന്നത്തെ ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റോപ്പാണ്. അവിടെ പാർക്കിങ്ങിൽ വണ്ടി കൊണ്ടുപോയി നിർത്തി. ധാരാളം വാഹനങ്ങളും ടൂറിസ്റ്റുകളുമൊക്കെ എത്തിയിട്ടുണ്ട്. തിംഫുവിൽ നിന്ന് പുനാഖയിലേക്കുള്ള യാത്രയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇത്. നമ്മുടെ സംഘത്തിലെ ആളുകളെല്ലാം ഇറങ്ങി. സഞ്ചാരം ടൂർ സംഘത്തിൽ 2 ബസ്സിലായിട്ട് 26 പേരാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ദോച്ചിലയിലെ ചോർട്ടൻ എന്ന് പറയുന്ന സ്മാരക സ്തൂപങ്ങളുടെ കോംപ്ലക്സിലേക്ക് ചെന്നു. അതിമനോഹരമായി ഒരുക്കിയിട്ടിരിക്കുന്ന 108 സ്തൂപങ്ങളുടെ ഒരു കോംപ്ലക്സാണ് ദോച്ചില ചോർട്ടൻസ് എന്ന് പറയുന്നത്. ദോച്ചില പാസ് എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. ഒരു കുന്നു മുഴുവൻ ചെറിയ ചെറിയ ചോർട്ടനുകൾ അഥവാ സ്തൂപങ്ങൾ. മെമ്മോറിയൽ ചോർട്ടൻസ് എന്നാണ് ഇത്തരം സ്തൂപങ്ങൾ അറിയപ്പെടുന്നത്. വളരെ കൗതുകകരമാണ് ഇവയുടെ രൂപം. അടുത്ത കാലത്ത് ഇത് നമ്മുടെ നാട്ടിലും വൈറലായി. കാരണം ഈ സ്തൂപങ്ങളുടെ മുകളിൽ കയറി നിന്ന് ഇന്ത്യയിൽ നിന്ന് വന്ന വ്ളോഗേഴ്സ് ആരോ സെൽഫി എടുത്തു. അത് ഭൂട്ടാനിലാകെ പ്രതിഷേധമുണ്ടാക്കി. നമ്മൾ ഇന്ത്യക്കാർ യാത്ര ചെയ്യുമ്പോൾ വേണ്ടാദിനങ്ങൾ കാണിക്കുക എന്നത് ഒരു നാട്ടുനടപ്പാണ്. ചെല്ലുന്ന നാടിന്റെ സംസ്കാരത്തെ ഗവനിക്കാൻ പലരും തയ്യാറാവില്ല. പ്രത്യേകിച്ച് വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞു ചെല്ലുന്നവർ എന്ത് കോമാളിത്തരവും ഇതിന്റെയൊക്കെ മുകളിൽ കയറി നിന്ന് കാണിക്കും. ഈ ഓരോ സ്തൂപത്തിലും ബുദ്ധന്റെ ചിത്രമൊക്കെയുണ്ട്. ഓരോ ചോർട്ടനും ഓരോ കലാരൂപം തന്നെയാണ്. ഇത്തരത്തിൽ 108 എണ്ണമാണ് ഇവിടെയുള്ളത്. ഈ ചോർട്ടനുകൾ ഇവിടെ പണിയാൻ ഒരു കാരണം കൂടിയുണ്ട്. ഇന്ത്യയിലെ ആസാമിൽ നിന്നുള്ള തീവ്രവാദികൾ ഒരിക്കൽ ഭൂട്ടാന്റെ ഭാഗത്തേക്ക് അതിക്രമിച്ചു കയറിയിരുന്നു. അവർ ഭൂട്ടാന്റെ മണ്ണിൽ തങ്ങളുടെ ക്യാമ്പുകൾ സ്ഥാപിച്ചു തുടങ്ങി. ഭൂട്ടാനീസ് പട്ടാളം വാണിംഗ് കൊടുത്തെങ്കിലും അവർ പിന്മാറിയില്ല. ഒടുവിൽ ഭൂട്ടാനീസ് പട്ടാളം ഇറങ്ങി അവരെ തുരത്തി. 1990-കൾ മുതൽ തന്നെ ആസാമിൽ നിന്നുള്ള ഉൾഫ, NDFB, ബോഡോ ലിബറേഷൻ ഫോഴ്സ്, KLO എന്നീ സംഘടനകൾ ഭൂട്ടാൻ അതിർത്തിക്കുള്ളിൽ ക്യാമ്പുകൾ സ്ഥാപിച്ചു തുടങ്ങിയിരുന്നു. ത്രിപുരയിൽ നിന്നുള്ള ചില തീവ്രവാദി സംഘടനകളും ക്യാമ്പുകൾ സ്ഥാപിച്ചു. ഒടുവിൽ ഓപ്പറേഷൻ ഓൾ ക്ലിയർ എന്ന ദൗത്യത്തിലൂടെയാണ് ഭൂട്ടാനീസ് റോയൽ ആർമി അവരെ തുരത്തിയത്. ആ ഏറ്റുമുട്ടലിൽ നേടിയ വിജയത്തിന്റെ സ്മാരകമാണ് ഈ മെമ്മോറിയൽ ചോർട്ടൻസ്. ഒത്ത മധ്യത്തിലേക്കെത്തുമ്പോൾ ഇവിടെ വലിയൊരു ചോർട്ടനുണ്ട്. നമ്മുടെ സംഘങ്ങൾ പല വഴിക്ക് പിരിഞ്ഞു നടക്കുന്നു. എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്ത് നടക്കുകയാണ്. ആദ്യം ഇതിന്റെ കഥയൊക്കെ പറഞ്ഞുകൊടുക്കും. പിന്നെ സംഘത്തിലുള്ളവർക്ക് ഇഷ്ടം പോലെ നടക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെയുള്ള സമയം അനുവദിക്കും. എല്ലാവരും അങ്ങനെ അവർക്കിഷ്ടമുള്ള വഴിയിലൂടെയൊക്കെ പോകുന്നു. ഇവിടെ നിൽക്കുമ്പോൾ മേഘങ്ങൾ ഇറങ്ങിയ താഴ്വാരം ചുറ്റും കാണാം. അത്ര ഉയരത്തിലാണ് നിൽക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 3100 മീറ്റർ ഉയരത്തിൽ. നല്ല തണുപ്പ്. നേപ്പാളിൽ അത്യാവശ്യം ചൂടുള്ള കാലാവസ്ഥയായിരുന്നെങ്കിൽ ഇവിടെ വന്നപ്പോഴേക്കും ഭീകരമായ തണുപ്പായി. 3 നിരകളിലായാണ് ഈ കുന്നിൻ മുകളിൽ സ്തൂപങ്ങൾ. എല്ലാറ്റിനും ഒരേ രൂപമാണ്. തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ 16 ഭൂട്ടാനീസ് സൈനികർക്കാണ് ജീവൻ നഷ്ടമായത്. അവരുടെ അനുസ്മരണ ചടങ്ങുകൾ എല്ലാ വർഷവും ഇവിടെ നടക്കുന്നു. നമ്മുടെ സംഘത്തിലെ ഏറ്റവും പ്രായമുള്ള അമ്മൂമ്മ ഇതാണ്, ദേവയാനിയമ്മ. ഈ 92 വയസ്സുകാരി എവിടെയും കയറും. ഒരിടവും ഒഴിവാക്കില്ല. ഈ സമയമായപ്പോഴേക്കും എനിക്ക് പനി തുടങ്ങിയിരിക്കുന്നു. കാലാവസ്ഥ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്തതിന്റെ പ്രശ്നമാണോ എന്നറിയില്ല. നല്ലൊരു ചൂട് കാപ്പി കുടിക്കാം എന്ന് വിചാരിച്ച് ഞാൻ നടന്നു. ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. ടോയ്ലറ്റ് സൗകര്യമൊക്കെയുള്ള ഗംഭീരമായ ഫെസിലിറ്റി. ഭൂട്ടാനൊക്കെ എങ്ങനെയാണ് ടൂറിസ്റ്റ് സെന്ററുകൾ ഒരുക്കുന്നതെന്ന് നമ്മൾ കണ്ടു പഠിക്കേണ്ടതാണ്. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ടൂറിസം എങ്ങനെ നടത്താം. പോയി ഒരു കാപ്പിയൊക്കെ കുടിച്ചു. അവിടെ നിന്നിറങ്ങി. അപ്പോഴേക്കും പാർക്കിംഗ് ഏരിയ വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഭൂട്ടാനിലേക്ക് എന്തുമാത്രം ടൂറിസ്റ്റുകൾ വരുന്നു എന്നുള്ളതാണ് ഈ കാഴ്ച വ്യക്തമാക്കുന്നത്. അശോക് വണ്ടിയിൽ വന്ന് കയറി. യാത്ര പുറപ്പെടുകയായി. ഞങ്ങളുടെ ഈ വണ്ടിയാണ് മുൻപേ പോകേണ്ടത്. പിറകെ അടുത്ത വണ്ടി വരും. ചോർട്ടനെ ഒന്ന് ചുറ്റി വേണം കടന്നു പോകാൻ. തിരിച്ചു പോകുന്നവർ ചോർട്ടന്റെ മറ്റേ സൈഡിലൂടെ പോകണം.
ഞങ്ങൾ പുറത്തെ മനോഹര കാഴ്ചകൾ കണ്ടങ്ങനെ യാത്ര തുടർന്നു. ഇടയ്ക്ക് ചാറ്റൽ മഴയൊക്കെ വരുന്നുണ്ട്. കോടമഞ്ഞാണ് താഴെ മുഴുവൻ. ഹിമാലയത്തിന്റെ ഗാംഭീര്യമുള്ള പ്രദേശങ്ങളിലൂടെയാണ് യാത്ര. ഇനി കുറേ ദൂരം പ്രകൃതി ഇങ്ങനെയാണ്. വിജനമായ വനപ്രദേശങ്ങൾ. ഭൂട്ടാന്റെ വലിയൊരു ഭാഗവും ഇങ്ങനെയാണ്. തിംഫു, പാരോ, പുനാഖ തുടങ്ങിയ ജനവാസമുള്ള പ്രദേശങ്ങൾ ഭൂട്ടാന്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. കിഴക്കോട്ട് കൂടുതലും വിജനമായ പ്രദേശങ്ങളാണ്, വനപ്രദേശങ്ങൾ. അതിനിടെ ചില ഒറ്റപ്പെട്ട ഗ്രാമങ്ങളും കൃഷിയിടങ്ങളുമൊക്കെ ഉണ്ടാകും. ഭൂട്ടാന്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ വലിയൊരു ഭാഗം അവികസിതമായി കിടക്കുകയാണ്. നമ്മുടെ അരുണാചൽ പ്രദേശിനോടൊക്കെ ചേർന്ന ഭാഗങ്ങളാണത്. പാരമ്പര്യത്തെ കൈവിടാതെ ജീവിക്കുന്ന ജനങ്ങളാണ് ഭൂട്ടാനിലെ ഓരോ ഗ്രാമത്തിലുമുള്ളത്. കൃഷിയാണ് അവരുടെ പ്രധാന തൊഴിൽ. മിക്ക ഗ്രാമീണർക്കും സ്വന്തമായി കൃഷിസ്ഥലമുണ്ട്. അത് ചിലപ്പോൾ ഗ്രാമത്തിൽ നിന്നും അകലെയായിരിക്കും. കുടുംബത്തിലെ മുതിർന്നവർ ഒരുമിച്ച് രാവിലെ കൃഷിപ്പണിക്കിറങ്ങുന്നതും ഉച്ചയോടെ തിരിച്ചെത്തുന്നതുമാണ് പതിവ്. സമീപകാലങ്ങളിൽ ഇവിടെ ഗ്രാമീണ മേഖലയിൽ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. ആദ്യകാലത്ത് ഒറ്റപ്പെട്ട ഏകാധ്യാപക വിദ്യാലയങ്ങളാണ് വിദൂര ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്നത്. അന്ന് ഇന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും നിരവധി അധ്യാപകർ ഇവിടെ സേവനമനുഷ്ഠിച്ചിരുന്നു. ഇടയ്ക്ക് ചില ഗ്രാമങ്ങളിലേക്ക് എത്തുന്നു. ഈ ഗ്രാമങ്ങൾ ഉണ്ടാകാൻ കാരണം അതിന്റെ പരിസരത്ത് വലിയൊരു നെൽവയലും കൃഷിയിടവും ഉണ്ടാകുമെന്നതാണ്. ഗ്രാമത്തിൽ ഒന്നോ രണ്ടോ പലചരക്ക് കടകൾ, ഒരു ചായക്കട എന്നിവയൊക്കെ ഉണ്ടാകും. ചായക്കടയോടനുബന്ധിച്ച് മദ്യശാലയും പതിവാണ്. മദ്യം ഇന്നാട്ടിൽ എവിടെയും സുലഭമാണ്. പക്ഷേ കിറുങ്ങിയടിച്ച് നടക്കുന്നവരെയൊന്നും കാണില്ല. ഒരു കാര്യം ശ്രദ്ധേയമാണ്. പുകയില ഇവർ അനുവദിക്കുകയില്ല. പുകവലി പൊതുവെ കുറവാണ്. എല്ലാ ഗ്രാമത്തിലും മലമടക്കുകൾക്കിടയിൽ നെൽവയലുകൾ കാണാം. കുടുംബത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യ പദവിയുള്ള നാടാണ് ഭൂട്ടാൻ. കുടുംബം പുലർത്താൻ പുരുഷന്മാരെ പോലെ സ്ത്രീകളും അധ്വാനിക്കണം. സ്ത്രീകൾ കഠിനാധ്വാനികളായത് ഇവിടുത്തെ പുരുഷന്മാരെ തെല്ല് അലസരാക്കിയിട്ടുണ്ടെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. സ്ത്രീക്കും പുരുഷനും പരസ്പരം ഇഷ്ടപ്പെട്ടാൽ വിവാഹിതരാവാം. കുടുംബജീവിതത്തിൽ രണ്ടിലൊരാൾക്ക് അതൃപ്തി ഉണ്ടെങ്കിൽ വിവാഹമോചനവുമാകാം. ഇതിനൊന്നും വലിയ നിബന്ധനകളോ നിയമത്തിന്റെ നൂലാമാലകളോ ഒന്നുമില്ല. ബുദ്ധമത വിശ്വാസികളാണ് ഇവിടുത്തെ ജനങ്ങൾ. മതാചാരങ്ങൾ കർശനമായി പാലിക്കുന്നവർ. നെൽവയലുകളുടെ ഓരം ചേർന്നാണ് എല്ലാ ഗ്രാമങ്ങളും. പുതിയ കൊമേഴ്ഷ്യൽ ബിൽഡിംഗുകൾ ഉണ്ടായി വന്നിരിക്കുന്നതും കാണാം. മുകളിൽ ലോഡ്ജിങ്ങോ താമസമോ ആയിരിക്കും. താഴെ ഷോപ്പുകൾ. അതിമനോഹരമായ ഗ്രാമങ്ങളാണ്. പ്രത്യേകമായ ഒരു അനുഭവമാണിവിടെ. ഗംഭീരമായ തണുപ്പ്, നെൽവയലുകൾ, മലനിരകൾ, കോടമഞ്ഞ്, ശുദ്ധമായ വായു. ഭൂട്ടാൻ വേറിട്ടൊരു അനുഭവം തന്നെയാണ്. മലയാളികൾ തീർച്ചയായും ഇടയ്ക്കൊന്ന് പോകേണ്ട സ്ഥലമാണിത്. ഭൂട്ടാനെ വേറൊരു രീതിയിൽ ആസ്വദിക്കണമെന്ന് മാത്രം. അതിന്റെ പൗരാണികതയും സംസ്കാരവും കണ്ടറിയണം. പ്രധാന ഗ്രാമങ്ങളിലേക്ക് ഇപ്പോൾ റോഡുകളും പാലങ്ങളും വന്നിട്ടുണ്ട്. അതോടെ ഗ്രാമത്തിലെ ജീവിതം മെച്ചപ്പെട്ടിട്ടുമുണ്ട്. മോഡേൺ റിസോർട്ടുകൾ ധാരാളമായി ഉണ്ടായി വരുന്നുണ്ടിവിടെ. ഞങ്ങൾ മെയിൻ റോഡിൽ നിന്ന് വേറൊരു ഗ്രാമത്തിലേക്ക് തിരിഞ്ഞു. ഇവിടെ ചിമിലഗാങ് എന്നൊരു ഗ്രാമമുണ്ട്. അവിടേക്കുള്ള വഴിയിലൂടെയാണ് പോകുന്നത്. നെൽവയലുകളുടെ നടുക്കുള്ള ഒരു കൊച്ചു ഗ്രാമം. അവിടെ ഒരു ബുദ്ധവിഹാരമാണ് പ്രധാന കാഴ്ച. അക്കരെ കാണുന്നതൊക്കെ പുതിയ കാലത്തെ റിസോർട്ടുകളാണ്. ഇനിയൊരാഴ്ചയും കൂടി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കൊയ്ത്തു തുടങ്ങും. കൊയ്ത്തു തുടങ്ങിയാൽ നെൽപ്പാടങ്ങൾ കാണാൻ ഇത്ര ഭംഗിയുണ്ടാവില്ല. ഞങ്ങൾ വന്നിരിക്കുന്നത് കൃത്യസമയത്താണ്. ഈ ചിമിലഗാങ് ഗ്രാമത്തിൽ ധാരാളം ഹോട്ടലുകളും റിസോർട്ടുകളുമൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. വിദേശ ടൂറിസ്റ്റുകൾ ധാരാളമായി വന്ന് താമസിക്കുന്ന ഒരു ഗ്രാമമാണ് ചിമിലഗാങ്. ഭൂട്ടാനീസ് ഗ്രാമീണ ജീവിതം ആസ്വദിക്കാൻ വരുന്ന പാശ്ചാത്യ ടൂറിസ്റ്റുകളുടെയും സമ്പന്നരായ ഇന്ത്യക്കാരുടെയും എണ്ണം ഇപ്പോൾ നന്നേ കൂടിയിട്ടുണ്ട്. അവർ ഇവിടെ വന്ന് ആഴ്ചകളോളം താമസിക്കും. അത്തരം ടൂറിസം ഇവിടെ ഇവർ പ്രോത്സാഹിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഹൈ എൻഡ് ടൂറിസം. ടൂർ ഗൈഡിനോടൊത്തു മാത്രമേ ഇവിടെ ടൂറിസ്റ്റുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ ഒരു ടൂറിസ്റ്റ് വന്നാലും 2 പേർക്ക് ജോലി കൊടുത്തിരിക്കണം. ഒരു ഡ്രൈവർക്കും ഗൈഡിനും ജോലി കൊടുക്കത്തക്ക രീതിയിലാണ് എല്ലാ ടൂറിസം പദ്ധതിയും പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങൾ ചിമിലഗാങ് ഗ്രാമത്തിലേക്ക് ചെന്നു.
ഇവിടമെല്ലാം ടൂറിസത്തിനു വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. ടൂറിസത്തിനു വേണ്ടിയാണെങ്കിലും ട്രഡീഷണലായ നിർമ്മിതികളും ഗ്രാമക്കാഴ്ചകളും ജീവിതവും തന്നെയാണ് എവിടെയും കാണുക. ബാലിയിൽ എന്ന പോലെ ഇവിടെയും ടൂറിസം വളരെ ആസൂത്രിതമാണ്. അതിന് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. നമ്മുടെ ടൂറിസത്തിന് ഇല്ലാതെ പോകുന്നത് ആ മാസ്റ്റർ പ്ലാനാണ്. ചിമിലഗാങ് ഗ്രാമത്തിന്റെ പ്രധാന ഭാഗത്തേക്ക് എത്തുകയായി. 15-ാം നൂറ്റാണ്ടിൽ തന്നെ നല്ലൊരു ഗ്രാമമായി വളർന്ന പ്രദേശമാണിത്. അന്നു മുതൽ പ്രാധാന്യമാർന്ന ഒരു ബുദ്ധമത കേന്ദ്രവുമായിരുന്നു ഇവിടം. കുറെ വാഹനങ്ങൾ വന്നുകിടക്കുന്ന ഒരു പാർക്കിങ്ങിലേക്ക് ഞങ്ങളുടെ ബസ്സും എത്തി. ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെയും എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. അശോക് ബസ് ഒരിടത്ത് കൊണ്ടുപോയി നിർത്തി. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. അവിടെ എത്രയോ ആളുകൾ വരുന്നു. നമ്മുടെ സംഘത്തിന്റെ 2 വണ്ടിയും വന്നു. എല്ലാവരും ഇറങ്ങി. ഇനി കുറച്ചു ദൂരം നടക്കണം. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. അതാണ് പ്രധാനം. ഒരു ബുദ്ധിസ്റ്റ് ക്ഷേത്രവും ഒരു മൊണാസ്ട്രിയുമൊക്കെയാണ്. ഞങ്ങൾ മല കയറി നടക്കുകയാണ്. ഒരു 15 മിനിറ്റ് നടക്കാനുണ്ട്. വലിയ മലയല്ലെങ്കിലും അല്പം നടന്നതോടെ എല്ലാവരും ക്ഷീണിച്ചു. 1499-ൽ സ്ഥാപിച്ച മൊണാസ്ട്രിയും ക്ഷേത്രവുമാണ് ഇവിടെയുള്ളത്. 15-16 നൂറ്റാണ്ടുകളിലായി ജീവിച്ച ദ്രുപ്ക കങ്ങിയു എന്ന സന്യാസിയായിരുന്നു അതിന്റെ സ്ഥാപകൻ. ഭ്രാന്തൻ സന്യാസി എന്നറിയപ്പെട്ടിരുന്നയാളാണ് ദ്രുപ്ക കങ്ങിയു. വിചിത്രവും നർമ്മം നിറഞ്ഞതുമായ രീതികളിലാണ് അദ്ദേഹം ശിഷ്യരെ ബുദ്ധമത തത്വങ്ങൾ പഠിപ്പിച്ചത്. പോകുന്ന വഴിക്ക് മലയുടെ ഓരങ്ങളിൽ പ്രയർ വീലുകൾ കാണാം. വലിയ പ്രയർ വീലുകൾ. അത് കറക്കി നടക്കുന്ന ഭൂട്ടാനീസ് ഭക്തർ. ട്രഡീഷണൽ വസ്ത്രമാണ് പഴയ തലമുറ ഇപ്പോഴും അണിയുന്നത്. സന്യാസിമാരുമുണ്ട്. അവർ സല്യൂട്ടൊക്കെ തരുന്നു. അവിടം ഒരു വിശ്രമ കേന്ദ്രമാണ്. മല കയറുമ്പോഴുള്ള ഒരിടത്താവളം. ഞങ്ങൾ വീണ്ടും കയറി. നടന്ന് മുകളിലെത്തുമ്പോൾ ഇവിടെ ഒരു ആൽമരമുണ്ട്. അവിടെ വെച്ച് ഗൈഡ് എല്ലാവർക്കും ചിമിലഗാങ്ങിന്റെ ബാക്കി കഥകളെല്ലാം പറഞ്ഞു തന്നു. ഇനി ക്ഷേത്രത്തിനകത്തേക്ക് പോവുകയാണ്. ഭൂട്ടാൻകാരുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടം. 500 വർഷത്തിലേറെയായി തീർത്ഥാടകർ വരുന്ന ഇടം. പടിഞ്ഞാറൻ ടിബറ്റിലെ റാലൂങ് മൊണാസ്ട്രിയിൽ സന്യാസിയായിരിക്കുമ്പോഴാണ് ദ്രുപ്ക കങ്ങയു ഇവിടെയെത്തി ഒരു മഠം സ്ഥാപിച്ചത്. കുട്ടികളില്ലാത്തവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ കുട്ടികൾ ഉണ്ടാകുമെന്നാണ് ഒരു വിശ്വാസം. ഇതാണ് ട്രഡീഷണൽ ടിബറ്റൻ മൊണാസ്ട്രികളുടെ ഒരു രൂപം. സാമാന്യം വലിയ മൊണാസ്ട്രിയാണ്. ഇതിനോടനുബന്ധിച്ച് ഒരു ക്ഷേത്രമുണ്ടാവും. പലയിടത്തായി പലതരത്തിലുള്ള പ്രയർ വീലുകൾ. കുറെ എണ്ണമുണ്ട്. ഇവിടെ ഇടതുവശത്ത് കാണുന്ന ഈ കെട്ടിടമാണ് ക്ഷേത്രം. ഇതിലൂടെ ക്ഷേത്രത്തിനകത്തേക്ക് കയറാം. പക്ഷേ ക്ഷേത്രത്തിനകത്ത് ക്യാമറ അനുവദിക്കില്ല. അകത്ത് ബുദ്ധന്റെ വലിയൊരു സ്വർണ്ണവർണ്ണ വിഗ്രഹം, പ്രയർ വീലുകൾ, ബുദ്ധഭിക്ഷുക്കൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഹാൾ എന്നിവയൊക്കെയാണുള്ളത്. ഗംഭീരമായൊരു അനുഭവമാണ്. പക്ഷെ അതിനകത്ത് ക്യാമറ അനുവദിക്കാത്തതുകൊണ്ട് ഞാനത് ചിത്രീകരിച്ചില്ല. ഞങ്ങളുടെ സംഘത്തിലുള്ളവരെല്ലാം അകത്ത് കയറി. കാഴ്ചകളെല്ലാം കണ്ടു. പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങി. ക്ഷേത്രത്തിനു ചുറ്റും ചെറിയ ചെറിയ പ്രയർ വീലുകൾ കറങ്ങുന്നു. കൂടാതെ വമ്പൻ പ്രയർ വീലുകളുമുണ്ട്. അതിങ്ങനെ കറക്കുന്നത് പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണ്. വൃദ്ധരായ ബുദ്ധ സന്യാസിമാർ. ടിബറ്റൻ ശൈലിയിൽ മെറൂൺ നിറമുള്ള വസ്ത്രമാണ് ഇവർ ധരിക്കുന്നത്. ഇവർ അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രയർ വീൽ കറക്കിക്കൊണ്ടിരിക്കും. ഒന്ന് കറങ്ങിക്കഴിയുമ്പോൾ 1 മണിയടിക്കും. സഞ്ചാരം ടീമിലുള്ളവരും പ്രാർത്ഥനാപൂർവം ചക്രം ഒന്ന് കറക്കി പുറത്തിറങ്ങുന്നു. പ്രയർ വീലിൽ പ്രാർത്ഥനാ മന്ത്രങ്ങളാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. അത് 1 തവണ കറക്കുന്നത് മന്ത്രം 1 തവണ ഉരുവിടുന്നതിന് തുല്യമാണ്. വലിയ പ്രയർ വീൽ കൂടാതെ ചെറിയൊരു പ്രയർ വീലും പോരായ്മ പരിഹരിക്കാൻ എന്നോണം സന്യാസി കറക്കുന്നുണ്ട്. ഒരു വ്യത്യസ്ത ജീവിതമാണ് ഇവരുടേത്. ക്ഷേത്രത്തിന്റെ മുറ്റത്തു നിൽക്കുമ്പോൾ മുന്നിൽ മനോഹരമായ കാഴ്ചയാണ്.
ഞാൻ രണ്ടാമതൊരിക്കൽ ഭൂട്ടാനിൽ വരുമ്പോൾ നടൻ മധുപാലും കൂടെയുണ്ടായിരുന്നു. അന്നിങ്ങോട്ട് വണ്ടി വരില്ലായിരുന്നു. അതിനാൽ അങ്ങകലെ മെയിൻ ഹൈവേയുടെ ഓരത്ത് വണ്ടി നിർത്തി താഴെ കാണുന്ന നെൽവയലുകളുടെ നടുവിലൂടെ ഇവിടേക്ക് നടന്നു വരികയായിരുന്നു. പക്ഷേ ഇപ്പോൾ തൊട്ടടുത്ത് ഈ കുന്നിറങ്ങിക്കഴിഞ്ഞാൽ താഴെ വരെ വണ്ടിയെത്തും. ഞങ്ങൾ കുന്നിറങ്ങി. താഴത്തെ ഗ്രാമം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി വളർന്നുകൊണ്ടിരിക്കുന്നു. ചെറിയൊരു ഗ്രാമം. അവിടെ സുവനീർ കടകൾ, റെസ്റ്റോറന്റുകൾ, കോഫി ഷോപ്പുകൾ എന്നിവയൊക്കെയുണ്ട്. അതിലൂടെയൊക്കെ ഒന്ന് ചുറ്റി നടന്നു കുറച്ചുനേരം. നല്ല കാലാവസ്ഥ, രസകരമായ ആംബിയൻസ്. ഇവിടെ ഹാൻഡിക്രാഫ്റ്റ്സിന്റെ ഷോപ്പുകൾ കുറേ എണ്ണമുണ്ട്. താങ്ക പെയിന്റിംഗ് വിൽക്കുന്ന കേന്ദ്രങ്ങളും. സോക്ഡോക്ക എന്നാണ് ചിമിലഗാങ്ങിന്റെ താഴ്വാരത്തെ ഈ ഗ്രാമത്തിന്റെ പേര്. വിജനമായ വനപ്രദേശത്ത് കുന്നിൻ മുകളിലാണ് ദ്രുപ്ക കങ്ങയു സന്യാസി മഠം സ്ഥാപിച്ചതെങ്കിലും പിന്നീട് അതിനു ചുറ്റും ചെറുഗ്രാമങ്ങൾ രൂപപ്പെടുകയായിരുന്നു. ഇപ്പോൾ 2000-ഓളം ആളുകളുണ്ട് ചിമിലഗാങ്ങിന്റെ താഴ്വാരത്തെ ഗ്രാമങ്ങളിൽ. ഇതൊക്കെ സുവനീർ കടകളാണ്. ഒരു വിചിത്ര വസ്തുവാണ് ഈ അലമാരയ്ക്കകത്ത് വെച്ചിരിക്കുന്നത്. ആർട്ട് വർക്കുകൾ ചെയ്ത ലിംഗങ്ങൾ, ഫെർട്ടിലിറ്റി ടെമ്പിൾ എന്നറിയപ്പെടുന്ന ചിമിലഗാങ്ങിന്റെ പ്രതീകങ്ങൾ. അവിടെ നിന്ന് ബസിൽ കയറി. ഇനി പുനാഖയിലാണ് അടുത്ത കാഴ്ച. പക്ഷേ അതിനു മുൻപ് ഭക്ഷണം കഴിക്കണം. നേരം 11:30 കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രണ്ടിടത്തെ കാഴ്ചകൾ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും 11:30 12 മണിക്കാണ് ലഞ്ച്. ലഞ്ച് കഴിഞ്ഞ് പുനാഖയിലെ കാഴ്ചകളിലേക്ക് പോകാമെന്നാണ് തീരുമാനം. ചിമിലഗാങ്ങും പരിസര പ്രദേശങ്ങളുമൊക്കെ വലിയ ടൂറിസം കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു ഇപ്പോൾ. ഭൂട്ടാന്റെ ടൂറിസം രംഗം വലിയ തോതിൽ വളരുകയാണ്. ആ ടൂറിസം വളർച്ചയെ വളരെ അച്ചടക്കത്തോടെ ഇവർ നിയന്ത്രിക്കുന്നുണ്ട്. ഇവിടുത്തെ സിസ്റ്റത്തിനും സംസ്കാരത്തിനും ആളുകൾക്കും പ്രകൃതിക്കും ദോഷം വരാത്ത രീതിയിലുള്ള ടൂറിസമേ ഇവിടെ അനുവദിക്കൂ. ഓരോ ടൂറിസ്റ്റിൽ നിന്നും SDF അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫീ എന്ന പേരിൽ ടൂറിസം ലെവി ഇവർ വാങ്ങുന്നുണ്ട്. അത് ഇന്നാടിന്റെ ഹെറിറ്റേജും പ്രകൃതിയും സംരക്ഷിച്ച് നിലനിർത്താനാണ് ഉപയോഗിക്കുന്നത്. അതായത് ടൂറിസം കൊണ്ട് പ്രകൃതിക്കോ സംസ്കാരത്തിനോ കോട്ടം സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നു. നെൽവയലുകളൊന്നും നികത്താൻ അനുവാദമില്ല. അത് നെൽകൃഷിക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചുകൊള്ളണം. ഗ്രാമീണ ജീവിതവും പാരമ്പര്യവും സംസ്കാരവും നശിപ്പിച്ചുകൊണ്ടുള്ള ടൂറിസം ഇവർ അനുവദിക്കില്ല. ഒരു തരം റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറയാം. ഇവിടെ വരുന്ന ഓരോ ടൂറിസ്റ്റും ഇന്നാട്ടിലെ സംസ്കാരത്തിന് കോട്ടം വരാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുതിയ കാലത്തെ റിസോർട്ടുകളും ഹോട്ടലുകളുമൊക്കെയാണ് ഈ വഴിയരികിൽ കാണുന്നതൊക്കെ. ധാരാളമുണ്ടത്. എവിടെയും ഇത്തരം കൊടികൾ കാണാം. ബുദ്ധിസ്റ്റ് മന്ത്രങ്ങൾ എഴുതി വെച്ച വലിയ കൊടികൾ. ആ മന്ത്രങ്ങൾ കാറ്റത്ത് കൊടിയിൽ നിന്ന് പറന്ന് നാട്ടിലെല്ലാം വ്യാപിക്കും എന്നാണ് വിശ്വാസം. ഭൂട്ടാനിലെ ചെറുഗ്രാമങ്ങളെ പോലും ടൂറിസത്തിന്റെ ഭാഗമാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇവിടുത്തെ ഭരണകൂടം. ലോകത്ത് തന്നെ ടൂറിസം രംഗത്തെ ഇളമുറക്കാരാണ് ഭൂട്ടാൻ. 1970-കളിൽ മാത്രമാണ് ഇവിടെ ടൂറിസം ആരംഭിക്കുന്നത്. അതിനു മുൻപ് ഇന്ത്യയിൽ നിന്നും ടിബറ്റിൽ നിന്നുമൊക്കെ തീർത്ഥാടകർ ഇവിടേക്ക് വന്നിരുന്നെങ്കിലും രാജ്യത്തിന് വരുമാനം നൽകുന്ന വിനോദസഞ്ചാരം തുടങ്ങിയത് 70-കളിലാണ്. പിന്നീട് ടൂറിസം രംഗം പടിപടിയായി വളരുകയായിരുന്നു. ഇപ്പോൾ പ്രതിവർഷം 4 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിൽ ടൂറിസ്റ്റുകൾ ഇന്നാട്ടിലെത്തുന്നുണ്ട്. ഭൂട്ടാനിലെ ഇപ്പോഴത്തെ രാജാവ് ജിഗ്മെ നാംഗ്യേൽ വാങ്ചുക്കിന്റെ ദീർഘവീക്ഷണം ഇവിടുത്തെ ടൂറിസം വളർച്ചയുടെ ഒരു പ്രധാന കാരണമാണ്. താരതമ്യേന പ്രായം കുറഞ്ഞ രാജവംശമാണ് ഇന്നാട്ടിലേത്. 1907-ൽ ഭരണത്തിലേറിയ ഉഗ്യേൻ എന്ന രാജാവിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. രാജാവിന്റെ മൂത്ത മകൻ അടുത്ത രാജാവ് എന്നതാണ് ഇവിടുത്തെ രീതി. താഴെ ഒരു നദി ഒഴുകുന്നു. പോച്ചു, മോച്ചു എന്നിവ ഒന്നായി രൂപപ്പെടുന്ന പുനാത് സാങ് നദി. ഇന്ത്യയിലെ ബ്രഹ്മപുത്രയിൽ ചേരാനായി ഒഴുകുകയാണത്. ഞങ്ങൾ പുനാഖായോട് അടുത്തു. ഇനി ഏതാനും കിലോമീറ്റർ കൂടി മാത്രം. സംഘത്തിലെല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള ഒരു മൂഡിലായി കഴിഞ്ഞു. രസകരമായൊരു അനുഭവമാണ് എല്ലാവർക്കും ഈ യാത്ര. ആ കാണുന്നതാണ് പുനാഖയിലെ ഏറ്റവും പ്രശസ്തമായ നിർമ്മിതി, പുനാഖ ജോങ് എന്ന ഭരണസിരാകേന്ദ്രമായ കോട്ട. ഭക്ഷണം കഴിച്ച ശേഷമേ ഞങ്ങൾ അവിടേക്ക് പോവുകയുള്ളൂ. പുനാഖ ജോങ് ഒരു കലാരൂപം തന്നെയാണ്. ടിബറ്റൻ ശൈലിയിലുള്ള കെട്ടിടങ്ങളാണ് അതെല്ലാം. നദീതീരത്തുകൂടി തന്നെയാണ് യാത്ര.
ഈ നദിയുടെ തീരത്താണ് ഞങ്ങൾക്കുള്ള ഭക്ഷണം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഔട്ട്ഡോറിലാണത്, റെസ്റ്റോറന്റിലല്ല. വനം പോലുള്ള ഒരു ഭാഗം, ഒരു വെളിമ്പറമ്പ്. ഇവിടെ ആറ്റുതീരത്തിരുന്ന് ഭക്ഷണം കഴിക്കാം. ഏതാനും കുടകളും ചെറു ടെന്റുകളുമൊക്കെ ഒരുക്കിയിരിക്കുന്നു. ഞങ്ങൾക്കുള്ള ഭക്ഷണം എത്തിയിട്ടുണ്ട്. അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കൗണ്ടറുകൾ ഇട്ടിട്ടുണ്ട്. അങ്ങിങ്ങ് കുടകൾ നാട്ടിയിരിക്കുന്നു. ഞങ്ങളെല്ലാവരും ഇറങ്ങി. ഗൈഡുകൾ പല പല വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. ഞങ്ങൾ ആ കഥകളും കേട്ട് പുഴയോരത്തെ മരച്ചുവട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങി.